ഹലോ നമസ്കാരം. ദിസ് ഈസ് പ്രബോധ് മോഹൻ. സവാരി ഓൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാനിപ്പോൾ ഉള്ളത് ഒരു ഹൗസ് ബോട്ടിലാണ്. ഞാൻ ആലപ്പുഴയിലാണ് ഉള്ളത്. ചെറിയൊരു പ്രോഗ്രാമുമായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ചെറിയൊരു ഹൗസ് ബോട്ട് യാത്രയും കാര്യങ്ങളാണ്. സോ ഞാൻ എൻ്റെ ഈ ഒരു ഹൗസ് ബോട്ടിലെ യാത്രയും അതിൻ്റെ എക്സ്പീരിയൻസും ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ വളരെ വിശദമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് ഹൗസ് ബോട്ടിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ സ്റ്റേ ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് താമസിച്ചിട്ട് പോകാനുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഈ ഹൗസ് ബോട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു കൊറിഡോറാണ്. ആ കൊറിഡോറിൻ്റെ അവിടെ ഒരു റൂമും ഇവിടെ മറ്റൊരു റൂമും ഉണ്ട്. ഇത് ആ റൂം നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സെറ്റപ്പായിട്ടുള്ള എ സിയും കാര്യങ്ങളൊക്കെയുള്ള നല്ല അടിപൊളി ഒരു 4 സ്റ്റാർ ലെവലിലുള്ള ഒരു റൂമാണ്. അതിൻ്റെ ടോയ്ലറ്റ്, വാഷ് ബേസിൻ കാര്യങ്ങൾ. നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. ഇങ്ങനെ പോകുമ്പം തന്നെ ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളും ഉണ്ട്. ഇത് അടുത്ത റൂമാണ്. പിന്നെ നേരെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചണും കാര്യങ്ങളും, ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ എൻജിൻ കാര്യങ്ങൾ ബാക്കിലാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ കാഴ്ച. പതിയെ ബോട്ട് മൂവ് ചെയ്തു തുടങ്ങി. വേമ്പനാട്ട് കായലിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഓക്കെ. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മൊത്തം ഓൾ ഇന്ത്യ ലെവലിലുള്ളതാ അല്ലേ? ഓക്കെ. അത് ശരിക്കും ഒരു ഐലൻഡ് ആണല്ലേ? ഐലൻഡിലൊരു ബിൽഡിങ്. നമ്മുടെ ഇവിടെ ഒളിമ്പിക്സ് കാണുന്നില്ല, അന്നേരം ഈ കനോയും കയാക്കിങ് ഈ ഏരിയയിലെ മത്സരങ്ങൾ കാണുന്നത്. ശരി. ഈ സൈഡോ? ഈ സൈഡ് മാർത്താണ്ടോ? ആ കാണുന്നില്ല. ഫസ്റ്റ് കാണുന്നത് ചിത്തിര, ഇത് മാർത്താണ്ടോ. ഇത് അതല്ല, ഈ ആ ബോട്ട് ഉള്ളിലോട്ട് കയറുന്നില്ല, അതിന്റെ ഇപ്പുറം കാണുന്നത്. അതിന്റെ ഇപ്പുറത്ത് 6 ബ്ലോക്ക്, അങ്ങനെ ഓരോ ബ്ലോക്കുകൾ. ആ ഓരോ ബ്ലോക്കിലും ഇങ്ങനെ സൈഡിൽ ഒരു ലെയർ വീട്, ഉള്ളിൽ ഫുള്ള് നെല്ല്. ഓക്കെ. അതായത് ഈ വെള്ളം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ കിടക്കുന്നത്. ഇതിലും ഒരു 5-6 അടി താഴെയാണ് നെൽകൃഷി നടക്കുന്നത്. ഈ ആ ഭാഗം നെൽകൃഷി ചെയ്യുന്ന സൈഡ്. അപ്പം അത് ഇവിടുത്തെ മാത്രം പ്രത്യേകത. സാധാരണ നമ്മൾ നാട്ടിൽ കുളിക്കണമെങ്കിൽ വാട്ടർ ലെവലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കുന്നതോറും വെള്ളം കൂടുതൽ വന്നിരിക്കും. അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകത. ഓ.
അങ്ങനെ വേമ്പനാട്ട് കായലിൻ്റെ നടുക്കിൽ ആ കാണുന്ന എല്ലാം ഓരോ ഹൗസ് ബോട്ടുകളാണ്. ഈ ബോട്ട് തന്നെ ഓക്കെ. ഇവിടെ വന്നിട്ട് ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നീ ഒച്ചെടുക്കുന്നത് പിന്നെ ബോട്ടൊക്കെ വാങ്ങി ഫുൾ ബിസിനസ് നടത്താൻ. ഏത് സമയത്താണ് വള്ളംകളി നടക്കുന്നത്? സെക്കൻഡ് സാറ്റർഡേ ഓഗസ്റ്റിൽ. ഈ ബ്രിഡ്ജ് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യും അല്ലേ? വാക്കിംഗ് ബ്രിഡ്ജ്. എന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 കിലോമീറ്റർ. ഓക്കെ ഓക്കെ. ഏത് ഈ സൈഡിൽ നിന്ന് മാറ്റിയിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് അപ്പുറത്തോട്ട് പാർക്ക്. ഈ ഭാഗം ഒഴിവാക്കി കൊടുക്കുക അല്ലേ? അങ്ങനെ ബോട്ട് പാർക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ കരയോട് അടുക്കട്ടെ. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സാരഥി ഫ്രം UP. അങ്ങനെ ബോട്ട് കര തൊട്ടു. അങ്ങനെ വേമ്പനാട്ട് കായലിലേക്കൂടെയുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ചെറിയൊരു യാത്ര, നാട്ടിലെ തിരക്കിൽ നിന്നെല്ലാം ഒന്ന് മാറി ഒരു ദിവസം മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.